സ്പോർട്സ് ഇഞ്ചുറീസ് കാരണം ഉണ്ടാകുന്ന ലിഗമെന്റ് ടയർ അതിനും നമുക്ക് റീജനറേറ്റീവ് മെഡിസിൻ ഫലപ്രദമാണോ ഡോക്ടർ? ലിഗമെന്റ് ഇഞ്ചുറീസ് സ്പോർട്സ് ഇഞ്ചുറീസിൽ മാത്രമല്ല കണ്ടുവരുന്നത്, അത് നമ്മൾക്ക് അല്ലാത്തവർക്കും വരാം. എന്നാലും ഏറ്റവും 90% കണ്ടുവരുന്നത് സ്പോർട്സ് ഇഞ്ചുറീസിലാണ്. ലിഗമെന്റ് ഇഞ്ചുറി നമുക്ക് ഗ്രേഡ് 1, 2, 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഈ ഗ്രേഡ് 3 ഇഞ്ചുറീസ് ആണ് എപ്പോഴും സർജറിയിൽ അവസാനിക്കുന്നത്. മസിൽസിന് വരുന്നതിനാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആങ്കിൾ സ്പ്രെയിൻ അല്ലെങ്കിൽ നീ, ഷോൾഡർ, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് കണ്ടുവരുന്നത്. അതിൽ റൊട്ടേറ്റർ കഫ്, നേരത്തെ പറഞ്ഞ പോലെ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് ഒരു ടൈപ്പ് ഓഫ് ലിഗമെന്റ് ഇഞ്ചുറിയാണ്. നീയിൽ വരുന്നത് ACL, PCL, ലാറ്ററൽ കൊളാറ്ററൽ, മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്സ്. ഇത്രയും ലിഗമെന്റ്, 4 ലിഗമെന്റുകളിൽ ACL ഇഞ്ചുറിയാണ് കോമണസ്റ്റ് ആയിട്ട് വരുന്നത്. ആംഗിളിൽ വരികയാണെങ്കിൽ നമ്മളുടെ ആംഗിളിൻ്റെ 2 സൈഡിൽ വരുന്ന ലിഗമെന്റ്സ്, അതിന് വരുന്ന ഇഞ്ചുറീസ്, ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ലിഗമെന്റ് ഇഞ്ചുറീസ്. ഇതിൽ ഒരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആംഗിളിൽ എപ്പോഴും നമ്മൾക്ക് ഇമ്മൊബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രേഡ് 1 and 2, അതായത് പ്ലാസ്റ്ററിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരു 99% റിക്കവറി കിട്ടും 3 വീക്സ് കഴിയുമ്പോൾ. പിന്നെ വരുന്നതാണ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ. അതിലൊന്നും ശരിയായില്ലെങ്കിലാണ് നമ്മൾക്ക് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യേണ്ടി വരുന്നത്. ഈ ഗ്രേഡ് 3 ഇഞ്ചുറീസ്, കംപ്ലീറ്റ് ടയർ, നമ്മളൊരു MRI എടുത്തു കഴിഞ്ഞിട്ട് വളരെയധികം ടയർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സർജറി വേണ്ടി വരാം. ഇപ്പോൾ സർജറി ഉണ്ടെങ്കിൽ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസിൽ സർജറീസിൻ്റെ കൂടെ നമ്മൾ ഈ റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ കേടായിട്ടുള്ള അല്ലെങ്കിൽ കീറിപ്പോയ ലിഗമെൻറ്റിനെ ഒന്നും കൂടി സ്ട്രെങ്തനിങ്ങും ഹീലിംഗ് ഫാസ്റ്റർ ആക്കാനായിട്ട് സ്പോർട്സ് ഇഞ്ചുറീസിൽ ഇഞ്ചെക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഡൗട്ട്, കംപ്ലീറ്റ്ലായിട്ടുള്ള സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമുക്ക് സർജറി അവോയ്ഡ് ചെയ്യാം, ബട്ട് ഓൺലി ആഫ്റ്റർ ക്ലിനിക്കൽ എക്സാമിനേഷൻ. ചിലത് നമ്മൾക്ക് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ അറിയാം. MRI കണ്ടു കഴിയുമ്പോഴും ലിഗമെൻറ്റ്സ് വളരെയധികം ടോൺഡ് അപ്പാർട്ടല്ല, മെജോറിറ്റി ഫൈബേഴ്സ് ഇൻടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇഞ്ചക്ഷൻ, ഒരു ഷോട്ട് ഓഫ് ഈ ഓർത്തോജൻ P ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ആൻഡ് ഇമ്മൊബിലൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ റിക്കവറി വരാം. പിന്നെ നെക്സ്റ്റ് മുട്ടിൽ വരുന്ന ലിഗമെന്റ് ഇഞ്ചുറി. എന്തുകൊണ്ടാണ് ഈ മുട്ടിൽ വരുന്ന ലിഗമെന്റ്സ് സർജറിയിൽ അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾക്ക് കൈകൾ അല്ലെങ്കിൽ കാലുകളിൽ വരുന്ന ഇഞ്ചുറീസിൽ ഹെമറ്റോമ, ബ്ലഡ് ക്ലോട്ട് വരും. ആ ബ്ലഡ് ക്ലോട്ട് ഉണ്ടെങ്കിൽ തന്നെ ഹീലിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യും. ആംഗിളിലാവാം, അത് കൈകളിലാവാം. ഇതെല്ലാം മുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾക്കൊരു സൈനോവിൽ ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡ് ഉള്ളപ്പോൾ ബ്ലഡിനെ ഹെമറ്റോമയായിട്ട് തന്നെ നിൽക്കും, അത് ക്ലോട്ട് ആവില്ല. അപ്പോൾ ക്ലോട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് വന്നാലാണ് ലിഗമെൻറ്റിൻ്റെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ലിഗമെൻറ്റ് ഇഞ്ചുറി എപ്പോഴും നമ്മൾക്ക് സർജറിയിൽ അവസാനിക്കുന്നത്. അപ്പം നമ്മൾ ഈ MRI ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പാർഷ്യൽ ടയർ അല്ലെങ്കിൽ സ്പ്രെയിൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയോ ഫ്ലൂറോസ്കോപ്പി, എക്സ്റേ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ACLൻ്റെ ഫൈബേഴ്സിലേക്ക് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫോമാണ് ഈ ഓർത്തോജൻ P. ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ക്ലോട്ടിങ് ഫാക്ടർ ചെയ്യേണ്ട അതേ രീതിയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഹീലിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇമ്മൊബിലൈസേഷൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് 90% നമ്മൾക്ക് കംപ്ലീറ്റ് റിക്കവറി വരാറുണ്ട്. കുറേ ക്രോണിക് ഇഞ്ചുറി, കുറേ നാളായിട്ടുള്ള ലിഗമെൻ്റാണ് നമ്മളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ റീജനറേറ്റീവ് മെഡിസിൻ സജസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ, അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സിനെ അത് ഹിൻഡർ ചെയ്ത് കാണും. അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം ഡീജനറേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസം വരാറില്ല. പക്ഷേ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഹീലിങ്ങിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഓർത്തോജൻ P ഇഞ്ചക്ഷൻ പെർ ഓപ്പറേറ്റീവില് കൊടുക്കാറുണ്ട്. പിന്നെ ഈ വീട്ടമ്മമാരിൽ സ്പോർട്സ് ഇഞ്ചുറീസ് മാത്രമല്ല, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തെന്നി വീഴാം, മുട്ടുകളിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് കുഴ തെറ്റാം, ഇതിനെല്ലാം ലിഗമെന്റ് ഇഞ്ചുറീസ് വരാറുണ്ട്. കംപ്ലീറ്റ് ടയർ അല്ല എന്നുണ്ടെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്തായാലും നമ്മൾക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രമല്ല അതിന് റിസൾട്ടുകൾ പ്രൂവൺ ആണ്.